ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. അതായത് നാളെ ഒരു ഈവനിങ് ടൈം ആകുമ്പോഴേക്കും സെയിലിംഗ് ആണ് ഡിപ്പാച്ചർ. ടർക്കിയിലേക്കാണ് അടുത്ത സെയിലിംഗ്. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് ഒന്ന് ഈവനിങ് ഒന്ന് പുറത്തൊന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഇവിടെ ഒരു വിധം ഇന്നലെയും പോയിൻ്റായിരുന്നു, പക്ഷെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നൊന്ന് ബീച്ചിലൊന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി ബീച്ചിലത്തെ വിശേഷം. ഇവിടെ ശരിക്കും നല്ല ടൈപ്പ് പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ, കാണാൻ നല്ല വെറൈറ്റി സംഭവങ്ങളാണ്. എന്താ നമ്മുടെ അവിടെ ഈ ടൈപ്പ് ഉണ്ട്, പക്ഷെ വേറെ മോഡലാണ്. നമ്മുടെ ബീച്ചിൻ്റെ പേര് റോക്കർ ബീച്ച്, നോർത്ത് ഈസ്റ്റ് ഇംഗ്ലണ്ട്. ഒരു 2 കിലോമീറ്റേഴ്സിൻ്റെ അവിടേക്ക് ഉണ്ട് ഇവിടുന്ന്. പോർട്ടിൽ നിന്ന് സാധനങ്ങളെല്ലാം ലോഡ് ചെയ്തിട്ട് ട്രക്കുകൾ പോണതാണ്. ഇതാണ് പോർട്ടിൽ എൻട്രൻസ്. ഇവിടെയാണ് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ചെക്ക് ചെയ്യുക. അതിൽ നമ്മൾ എന്നിട്ട് കയറുമ്പോൾ, പോകുമ്പോൾ ചെക്ക് ചെയ്യില്ല, ഇങ്ങോട്ട് കയറുമ്പോൾ ചെക്ക് ചെയ്യും. അവിടെ കാണുന്നത് പോർട്ടിലത്തെ ക്രെയിനുകളെല്ലാം ഇവിടെ നിന്ന് കാണാം. പിന്നെ ഞാൻ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിച്ചു തന്നിട്ടെന്ന് വെച്ചാൽ, ഇവിടുത്തെ ബിൽഡിങ്ങുകളും ഇതൊക്കെ ഒരേ ഒരു ടൈപ്പിലാണ് മിക്കതും. നമ്മുടെ അവിടെ വീടുകൾക്കും ബിൽഡിങ്ങുകൾക്കൊക്കെ പെയിൻ്റ് അടിക്കും, അങ്ങനത്തെ പരിപാടിയാണ്. ഇവിടെ കൂടുതൽ ഇങ്ങനെ കല്ലിൻ്റെ ഇതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കാണ്. ഇപ്പം സമയം രാത്രി 6 മണിയാണ്. ഇത് കണ്ടോ, നല്ല വെറൈറ്റി സംഭവങ്ങൾ. ഇത് ശരിക്കും ഒരു വ്യൂ പോയിൻ്റ് പോലൊരു സംഭവമാണ്. ഇവിടുത്തെ ചെയർ വയ്ക്കുന്നത്. നമ്മുടെ ഷിപ്പ് ആ ഭാഗത്ത് കിടക്കുന്നത് ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇവിടെ നിന്ന് കാണാൻ ശരിക്കും കുറച്ചും കൂടി കിട്ടുന്ന അടിയിലിറങ്ങിയിരുന്നാൽ. എന്തോ ഒരു വിചിത്ര ജീവി. അവിടെയാണ് ഷിപ്പ് എടുക്കുന്നത്. ഇത് കണ്ടപ്പോൾ എനിക്ക് എന്നിട്ട് ഓർമ്മ വന്നതെന്നറിയോ, ഡാരികുട്ടി പറയണ പോലെ സ്ട്രോങ് ബോയ്. ബീച്ചിലേക്കുള്ള വഴിയാണോ ഇത്? ഒരു വിചിത്ര വഴികളാണല്ലോ. ഇതെന്താ സംഭവം? ഒരു ബിൽഡിംഗ് ഇവിടെ, കോയ്സൈഡ് എക്സ്ചേഞ്ച് ബാർ വെഡിങ്. ഓഹോ, ഇത് ശരിക്കും ഒരു റെസ്റ്റോറൻറ്റ് ഹോട്ടലാണ്. അത് ഈ ബാറ് വെഡിങ് പ്രോഗ്രാംസ് ഒക്കെ നടത്തുന്ന ഒരു, അതിൻ്റെ കാർ പാർക്കിങ്ങിൻ്റെ ഏരിയ ഈ ലെഫ്റ്റ് സൈഡിൽ. ഇത് നമ്മുടെ ഒരു നാട്ടിലത്തെ ഒരു ഫീൽ കിട്ടുന്ന ഒരു സ്ഥലമാട്ടോ. ഭയങ്കര സൈലൻ്റ് ഏരിയ ആണ് ഇവിടെ. ഒരു വെറൈറ്റി സംഭവം കണ്ടോ, കോൾഡ് ഷവർ. ശരിക്കും ടെലിഫോൺ ബൂത്താട്ടാ.
ഏത് സ്പ്രൈറ്റിൻ്റെ പരസ്യം. കുറേ ആൾക്കാർ ഫിഷിങ് ഉണ്ട്. ഒരു അടിപൊളി ലൊക്കേഷനാണ് കേട്ടോ. കുറേ പേര് ബോട്ടിങ്ങും ഫിഷിങ്ങും. ആ കാണുന്ന ബ്രിഡ്ജ് നമുക്ക് ക്രോസ് ചെയ്യാനുള്ളതാട്ടോ. ഇവിടെ കുറച്ച് ചർച്ചുകളുടെ ഏരിയ കേട്ടോ ഇവിടെ കണ്ട. ഇതൊക്കെ ചർച്ചാണ് ഇവിടുത്തെ. കുറച്ച് ചർച്ചുകൾ, പിന്നെ കുറേ ചെറിയ ചെറിയ വീടുകൾ. കണ്ടിട്ടൊരു ഹൗസിങ് ഏരിയ കണ്ട. എന്തൊരു പള്ളിയാ. പള്ളികൾക്ക് മൊത്തമായിട്ടും ഒരു ടിപ്പിക്കലായിട്ടൊരു ഷേപ്പ് ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഇത് ആരിവിടെ ഒരു കണ്ടെയ്നർ കൊണ്ട് വെച്ചാണ്. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ബീച്ച് എവിടെയാണ്? ബീച്ച് റോക്കർ ബീച്ച്. ഞാൻ അവിടെ എത്തുമ്പോൾ ഇരുട്ടാന്ന് തോന്നുന്നു. അപ്പോൾ ഈ കാണുന്നതാണ് ചർച്ച് സ്ട്രീറ്റ് എന്ന് പറയുന്നത്. ഇവിടെ എല്ലാം ഇങ്ങനെ ഒരു ബ്രൗൺ ഇഷ്ടിക ടൈപ്പ് സംഭവമാണ്. ഇഷ്ടിക ടൈപ്പ് അല്ല, ശരിക്കും ഇഷ്ടിക തന്നെയാണ്. പക്ഷെ നമ്മുടെ അവിടുത്തേക്കാളും ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. ഫുള്ള് അങ്ങനത്തെ ഇതുണ്ട് സംഭവങ്ങൾ ബിൽറ്റ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ആ റോഡുകൾ. ഇങ്ങനെ കുറേ സ്ഥലങ്ങളിൽ കൂടെ നടക്കണം. ഗൂഗിൾ മാപ്പുള്ളതുകൊണ്ട് കുഴപ്പമില്ല, എവിടെയെങ്കിലൊക്കെ എത്തിച്ചേരാം. ഇതും ഒരു സ്ട്രീറ്റ് ആട്ടാ കണ്ട. കംപ്ലീറ്റ് സ്ട്രീറ്റുകൾ ഏരിയ. അത് ആൾക്കാരിങ്ങനെ തിങ്ങി കൂടി താമസിക്കണ ഒരു ഏരിയ എന്ന് പറയാം. കണ്ട, ഇതൊക്കെ വീടുകളാണ്. നമ്മുടെ അവിടുത്തെ ഹൗസിങ് കോളനി തന്നെ, കംപ്ലീറ്റ് വില്ലകൾ. ഈ UK-ത്തെ ഹൗസിങ് കോളനി കണ്ടില്ല എന്ന് പറയരുത് കേട്ടോ. അതെ, ഇതൊക്കെയാണ് ഹൗസിങ് കോളനി. കംപ്ലീറ്റ് ഹൗസാണ്. പക്ഷെ നമ്മുടെ അവിടുത്തെ പോലത്തെ വലിയ വീടുകളൊന്നുമില്ല കേട്ടോ. ഒക്കെ ഒരൊറ്റ ലെവലുള്ള വീടുകളാണ്. കാറ് മാത്രമുണ്ട് കാര്യമായിട്ട്. ഇതൊക്കെ എന്താണോ സംഭവങ്ങൾ? കണ്ടിട്ടൊരു ലോ ഏരിയ എത്തിയ പോലെ ഉണ്ട്. നമ്മുടെ അവിടെ അങ്ങനെയല്ലേ, ബീച്ച് സൈഡിലേക്ക് വരുമ്പോൾ. നോക്കാം എവിടെ എത്തുന്നു. റോക്കർ, ഇവിടെ എല്ലാം റോക്കർ. റോക്കറാണ് റോക്കർ. റോക്കർ ചർച്ച്, റോക്കർ ബീച്ച്, റോക്കർ സ്ട്രീറ്റ്. എന്ത് പക്ഷിയാണെന്ന് വല്ല ഐഡിയ ഉണ്ട് ആർക്കെങ്കിലും? ഒന്ന് കമൻറ്റ് ഇട്ടോളൂ കേട്ടോ. പക്ഷി ഏതാണ്? താറാവിൻ്റെ പോലെയൊക്കെ ഉണ്ട് ലുക്ക്, പക്ഷെ സംഭവം പറക്കണതാണ്.
പറന്ന് കാണിച്ചു. കണ്ട, ഈ നാന്നാണ് പറഞ്ഞെന്ന് വിചാരിക്കേണ്ട. കണ്ട സംഭവം ഈ കാണുന്ന ചെറുതുകളെല്ലാം വീടുകളാട്ടാ. ഞാൻ വേറെ എന്തോ സംഭവം എന്ന് വിചാരിച്ചു. ഇപ്പോഴാണ് മനസ്സിലായേ. ഒരാൾ പ്രാവിന് തീറ്റിട്ട് കൊടുക്കണം. ബീച്ച് മഴ പെയ്യുമെന്ന് പറയുന്നതാണ് അയാൾ. മഴ പെയ്യട്ടെ, നോക്കാം. ഇവിടുത്തെ റോഡെല്ലാം എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ഇത് വെറൈറ്റിയാണ്. ടയറൊക്കെ വെക്കണ കേട്ടോ. ഗുഡ് ക്വാളിറ്റി ടയേഴ്സ്, ലോ പ്രൈസ്. 90 പൗണ്ട് ഒരു ടയറിന്. ഇത് നമ്മൾ നടന്നു വന്ന സ്ട്രീറ്റ് ഏരിയ ആണ് കേട്ടോ. അത് കംപ്ലീറ്റ് വീടുകളാണ് ഇവിടെ. എന്താണ് നമ്മുടെ റോക്കേഴ്സ് ചർച്ച് എന്ന് പറയുന്നത്. റോക്കേഴ്സ് ചർച്ച്, റോക്കർ മെത്തോഡിസ്റ്റ് ചർച്ച്. പിന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് റോക്കേഴ്സ് പാർക്ക്. ഇതൊക്കെ വീടുകളാട്ടോ. എൻ്റെ സ്ട്രീറ്റ് ലൈറ്റൊക്കെ വെച്ചിട്ട് നമ്മളവിടെ വാൾപേപ്പറിൽ കാണാൻ ചില സമയത്ത് ഇങ്ങനത്തെ ഒരു സംഭവങ്ങൾ. സ്വിഫ്റ്റ് കിടക്കുന്നുണ്ടല്ലോ. നമുക്ക് റോക്കേഴ്സ് പാർക്കിലൂടെയാണ് പോകേണ്ടത്. ഇതാണ് പാർക്ക്. ആൾക്കാർ ഒരു ഗെയിംസ് കളിക്കുന്നുണ്ട്. ഈവനിങ് വാക്കിനൊക്കെ പറ്റിയ സ്ഥലമാണ്. കുറേ നായക്കുട്ടികളൊക്കെ ആയിട്ട്. കുറേ താറാവുകൾ ഇങ്ങനെ നീന്തി കളിക്കുന്നുണ്ട്. ഒരു സംഭവത്തിന് വേണ്ട. ഇത് ശരിക്കും റോക്കേഴ്സ് പാർക്കിന് സെൻറ്ററിലാട്ടോ സംഭവം. ഇത് ശരിക്കും നേരെ എത്തിച്ചേരണത് ബീച്ചിൽ തന്നെയാണ് എന്നാണ് ഗൂഗിൾ മാപ്പ് പറയണത്. എത്തും പറയാം എവിടെയാണെന്ന്. അടിപൊളി. ഫാമിലി ആയിട്ട് വരേണ്ട സ്ഥലം, റിലാക്സ് ചെയ്യാം, ശരിക്കും എൻജോയ് ചെയ്യാം. നല്ല രസമുണ്ട്. ശരിക്കും ഇങ്ങനെ നല്ലൊരു ഇതായിട്ടാണ്, എൻവയോൺമെൻറ്റാണ് ഇങ്ങനെ വെറുതെ വന്ന് നടക്കാൻ. ലെഫ്റ്റ് സൈഡിൽ എന്തോ ഒരു സംഭവം ഉണ്ട് കേട്ടോ. കാണാൻ നിന്നാലേ നമുക്ക് ടൈം കിട്ടില്ല. പാർക്കിൻ്റെ എക്സിറ്റ് എത്തി ഞാൻ. ഇതിപ്പോൾ മെയിൻ റോഡ് അവിടെ കാണുന്നത്. സൂപ്പർ.
വെള്ളച്ചെടി നന്നായിട്ടുണ്ട്. ആൾക്കാർ ജോഗിങ്ങിന് ഇറങ്ങുന്ന സമയമാണ്. ഡെസ്റ്റിനേഷൻ എത്തിയിട്ടാണ് നമ്മളെ ബീച്ച് കണ്ടിട്ട്. ബീച്ചിൻ്റെ ഒരു ഇതൊന്നുമില്ല, ഒരാളിന്ന് ഫോട്ടോ എടുക്കണ്ട അവിടെ. നമ്മുടെ അവിടുത്തെ ഒരു ബീച്ചിൻ്റെ ഒരു ഇതായിട്ടില്ല. നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് അറിയാം. ഇവിടെ ബീച്ച്, ഇതാണ് ബീച്ച്, ഈ റോക്കർ ബീച്ച്. ഇത് എൻട്രി എവിടെയാണോ? ആ സൈഡിൽ നിന്നൊക്കെ സ്റ്റെപ്പ് കാണുന്നുണ്ട്, അവിടെ ഒന്ന് പോയി നോക്കി നോക്കാം. ഈ മോളിൽ ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് നമ്മളൊക്കെ ലൈറ്റ് ആയിട്ടാണ്. രാത്രി നേരത്തെ ഇവിടെ ഫുള്ള് നല്ല ഒരു സെറ്റപ്പ് ആയിരിക്കും. ബീച്ച് 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 ബീച്ച്. നാട്ടിലുള്ളപ്പോൾ ഷീൻ എപ്പോഴും പറയും ബീച്ചിൽ പോകണമെന്ന് തോന്നുന്നു. പക്ഷെ നമ്മുടെ അവിടെ അടുത്തത് ബാംഗ്ലൂർ ഏരിയയിൽ ബീച്ചൊന്നും ഇല്ലാത്തത് കൊണ്ട് അത് ഈ തവണ നടന്നില്ല. അടുത്ത തവണ നോക്കി നോക്കണം, കോവിഡിൻ്റെ ഇതൊക്കെ എങ്ങനെയുണ്ടെന്നനുസരിച്ചിട്ട്. അപ്പോൾ ഇതാണ് റോക്കർ ബീച്ച്. നല്ല ക്യൂട്ട് ഡോഗ്. ഇതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ വീടുകളാട്ടോ. വീടുകളുണ്ട്, ഷോപ്പുണ്ട്, റിസോർട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബീച്ചിൻ്റെ എൻട്രൻസ്. ഇപ്പം നല്ല ഫീലുണ്ട് കേട്ടോ ബീച്ചിൻ്റെ. നമ്മുടെ അവിടുത്തെ തന്നെ കടത്തി വെട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ ഇംഗ്ലണ്ടിലത്തെ ബീച്ച്. ഞാൻ ആദ്യമായിട്ടാണ് പറഞ്ഞത് കേട്ടോ. ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യണത്. അല്ലെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യമാണ്. അപ്പം ഞാൻ പോണ കാര്യങ്ങൾ സ്ഥലങ്ങളൊക്കെ എല്ലാവരും ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് ഓട്ടോറിക്ഷ പോലൊരു സംഭവം ഉണ്ടാക്കി വെച്ചാണ്. നന്നായി. ഇതെന്താണ് ആ സംഭവം? സോളാർ പാനലൊക്കെ ഉണ്ട്. ആൾക്കാരിങ്ങനെ നായക്കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കാം അവിടെ. ഇത് റോക്കർ ബീച്ചിൻ്റെ കുറേ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ. അവാർഡ് വിന്നിങ് ബീച്ചസ് ആണ്. അങ്ങനെ ഇപ്പോഴാണ് ബീച്ചിലത്തെ മണ്ണ് കാണുന്നത്. ബീച്ച് 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 ബീച്ച്. ഇത് കാണുമ്പോൾ ഞങ്ങൾ ഗോവ ബീച്ച് പോയിട്ടായിരുന്നൊരു ഫീലാണ്. ഷൂവൊക്കെ താഴ്ന്നു തുടങ്ങി. അതാണ് ഒരു രസമില്ലാത്ത കാര്യം. ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ ഷീനുവിനെയും എൻ്റെ ആര്യക്കുട്ടീനെയൊക്കെ ഓർമ്മ വരുന്നു. ഇങ്ങോട്ട് വരുമ്പോൾ അവരൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ബീച്ച്. എന്തായാലും നോക്കട്ടെ അടുത്ത തവണ.
അടിപൊളി വ്യൂവാ. നമ്മൾ വന്ന വഴിയാണ് ശരിക്കും അങ്ങനെ കയറി പോണത്. നായകൾ ഇങ്ങനെ ഓട്ടം നോക്ക്. എന്തായാലും ഇവിടം വരെ വന്നല്ലേ, അങ്ങനെ ബീച്ചിൻ്റെ വെള്ള കളറിലുള്ള വെള്ളം ഒന്ന് കാണാം. ഇവിടെ എന്തോ ഒരു വണ്ടി പോയി. ബോട്ട് കിടക്കുന്നുണ്ട്, ഫിഷിംഗ് ബോട്ട്. അവിടെ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്. അവിടെ ആ ബീച്ചിൻ്റെ സൗണ്ട് കേട്ടാ. പേടിപ്പിച്ച് കളഞ്ഞു കേട്ടോ നായക്കുട്ടികൾ. ഇതാണ് ഇപ്പോഴും നമ്മുടെ ബീച്ച്. റോക്കർ ബീച്ച്. അപ്പം ഇതൊക്കെയാണ് റോക്കർ ബീച്ചിലത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇത് അടുത്ത വീഡിയോ ടർക്കിയിൽ വെച്ചിട്ട്. ഓക്കെ, ടിൽ ദെൻ ബൈ, സീ യു. ഇതാണ് ഇവിടുത്തെ പെട്രോൾ പമ്പ്.